നടൻ സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ കോടതി ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. സിദ്ദിഖിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്ന് സുപ്രീം കോടതി. ബി ബാലഗോപാൽ വിവരങ്ങളുമായുണ്ട്. ബാലു, പ്രധാനപ്പെട്ട ഉത്തരവാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ ഉത്തരവിൽ ഇടക്കാല ജാമ്യമുണ്ട്, ഒപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഉടൻ തന്നെ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നുള്ള കാര്യവും കോടതി സൂചിപ്പിക്കുന്നു. പൂർണ്ണരൂപം എങ്ങനെയാണ്? പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ പൂർണ്ണ രൂപം ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. ഇതിൽ നേരത്തെ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണമാണ് എന്നായിരുന്നു ആദ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി സിദ്ദിഖിന് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉത്തരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഞാനിപ്പോൾ വായിക്കാം. ഇൻ ദ മീൻ ടൈം ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ദാറ്റ് ഇൻ ദ ഇവന്റ് ഓഫ് ദ അറസ്റ്റ് ഓഫ് ദ പെറ്റീഷണർ ഇൻ കണക്ഷൻ വിത്ത് ദ ക്രൈം നമ്പർ 1192 of 2024 of the Museum Police Station, he shall be released on bail subject to the conditions that may be imposed by the trial court and subject to his joining the investigation and remain present before the investigating officer as and when called upon. ഇതാണ് ജസ്റ്റിസ് ബേലാം ത്രിവേദിയും ജസ്റ്റിസ് സതീഷ് ശർമ്മയും അടങ്ങുന്ന ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഭാഗം. അതായത് അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണമല്ല ഇപ്പോൾ സിദ്ദിഖിന് ലഭിച്ചിരിക്കുന്ന, മറിച്ച് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സിദ്ദിഖിനെ ഈ ജാമ്യത്തിൽ വിടണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥ എന്താണ് എന്ന് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും ഈ സുപ്രധാനമായ ഉത്തരവിൽ സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെയൊക്കെ ഈ ആദ്യഘട്ടങ്ങൾ ഇത് സംബന്ധിച്ചുള്ള ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു. നൽകിയത് മുൻകൂർ ജാമ്യമാണെന്ന് ഈ അഭിഭാഷകർ, അതായത് സിദ്ദിഖിന്റെ അഭിഭാഷകർ പറഞ്ഞിരുന്നപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകരാകട്ടെ സൂചിപ്പിച്ചിരുന്നത് ഇത് ഈ അറസ്റ്റിൽ നിന്നുള്ള പരിരക്ഷ മാത്രമാണ് എന്നതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാരിൻ്റെ ഈ എതിർപ്പ്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ മുൻകൂർ ജാമ്യം നൽകരുതെന്ന് പറഞ്ഞപ്പോൾ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു ഇടക്കാല ജാമ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ 4 പാരഗ്രാഫുള്ള ഒരു ഉത്തരവാണ് ജസ്റ്റിസുമാരായ ബേലാം ത്രിവേദിയും ജസ്റ്റിസ് സതീഷ് ശർമ്മയും അടങ്ങുന്ന ബെഞ്ച് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ ഉത്തരവിലാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് നമ്പർ 1192/2024 സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫലത്തിൽ മുകേഷിനും ഇടവേള ബാബുവിനും അതുപോലെ തന്നെ രഞ്ജിത്തിനും ഒക്കെ ലഭിച്ച അതേ പരിരക്ഷ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിഖിനും ലഭിച്ചിരിക്കുന്നത്. സിദ്ദിഖിനെ ഏതെങ്കിലും കാരണവശാൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യത്തിൽ വിടണം. ആ ജാമ്യ വ്യവസ്ഥ എന്താണ് എന്നത് ട്രയൽ കോർട്ടിന് തീരുമാനിക്കാമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ സ്റ്റേഷൻ ജാമ്യത്തിലല്ല, മറിച്ച് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം നൽകണമെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ സുപ്രധാനമായ ഉത്തരവാണ് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം നാളെയോ മറ്റന്നാളോ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഹാജരാകുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തിന് ജാമ്യത്തിൽ വിടണമെന്നതാണ് ഈ ഉത്തരവ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകുന്നത്. സിദ്ദിഖിന്റെ അറസ്റ്റ് തടയുക മാത്രമല്ല, സിദ്ദിഖിന് ഇടക്കാല ജാമ്യം ഉണ്ടാകുന്നു. ഇനി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ജാമ്യം നൽകി വിട്ടയക്കണമെന്നുള്ളതാണ് കോടതി ഉത്തരവിന്റെ പൂർണ്ണരൂപം. ബാലു, നേരത്തെ അനൂപ് സിദ്ദിഖിന്റെ മകനോട് ആദ്യം ചോദ്യം ചോദിച്ചപ്പോൾ വലിയ ആശ്വാസം ഇല്ലെന്ന് മറുപടി പറയുകയും പിന്നീട് അഭിഭാഷകൻ അത് തിരുത്തുകയും വലിയ ആശ്വാസം ഇല്ലെന്നുള്ളതല്ല, ആശ്വാസമുണ്ട് എന്ന് തന്നെ അദ്ദേഹം തിരുത്തി പറയുകയും പിന്നീട് ഷഹീൻ അങ്ങനെ പറയുകയും നമ്മൾ കേട്ടു. അത് തന്നെയാണ് ഈ ഉത്തരവിന്റെ പൂർണ്ണ രൂപം വരുമ്പോൾ ഇത് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആശ്വാസം തന്നെയാണല്ലേ? അക്ഷയ, കാരണം നമ്മൾ ആദ്യം മുതലേ തന്നെ, പ്രത്യേകിച്ച് മാതൃഭൂമി ന്യൂസ് ആദ്യം മുതൽ തന്നെ ഈ വിധിയുടെ അവ്യക്തത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കാരണം ജസ്റ്റിസ് ബേലാം ത്രിവേദിയുടെ വിധി പ്രസ്താവത്തിനിടയിൽ അവർ ഈ വിചാരണ കോടതിയിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് വിചാരണ കോടതിക്ക് ഈ ജാമ്യ വ്യവസ്ഥകൾ തീരുമാനിക്കാമെന്ന വ്യവസ്ഥ പറഞ്ഞതായി നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഈ കോടതിയിലുണ്ടായിരുന്ന അഭിഭാഷകരും മറ്റും അത് ഈ സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ, അതായത് മുൻകൂർ ജാമ്യത്തിന് നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റിന് ലഭിക്കുന്ന പരിരക്ഷയാണ് സാധാരണ ഉണ്ടാകാറുള്ളത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ സിദ്ദിഖിന്റെ അഭിഭാഷകരെ ബന്ധപ്പെടുമ്പോൾ അവർ ഇത് ഒരു ഇടക്കാല ജാമ്യമാണ് ലഭിച്ചിരുന്നതെന്ന് പറഞ്ഞിരുന്നു. ഈ 2 കാര്യങ്ങളും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഇതിൽ ഈ അന്തിമ ഉത്തരവ് ലഭിക്കുമ്പോൾ മാത്രമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള വ്യക്തത വരിക എന്നതായിരുന്നു. അല്പസമയം മുമ്പാണ് സുപ്രീം കോടതി രജിസ്ട്രിയിൽ നിന്ന് ഈ ഉത്തരവിന്റെ ഔദ്യോഗിക, അതായത് പൂർണ്ണ
രൂപം ഇപ്പോൾ പുറത്തു വരുന്നത്. അതാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ വ്യക്തമായി 4ാം ഖണ്ഡികയിൽ ജസ്റ്റിസ് ബേലായം ത്രിവേദിയും ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യത്തിൽ വിടണം. അങ്ങനെ ജാമ്യത്തിൽ വിടുമ്പോൾ അതിന്റെ വ്യവസ്ഥ വിചാരണ കോടതിക്ക് തീരുമാനിക്കാം. സിദ്ദിഖ് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണം. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഉത്തരവ് അവസാനിക്കുന്നത്. സ്വാഭാവികമായും സിദ്ദിഖിന് അറസ്റ്റിൽ നിന്നുള്ള പരിരക്ഷയല്ല ലൈംഗിക പീഡന കേസിൽ സിദ്ദിഖിന്റെ ജാമ്യം ലഭിച്ചുകൊണ്ടുള്ള മുൻകൂർ ജാമ്യം ലഭിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ പൂർണ്ണരൂപമാണ് ബി ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉത്തരവിന്റെ പകർപ്പാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. അറസ്റ്റ് തടയുക മാത്രമല്ല, സിദ്ദിഖിനെ ഇനി അറസ്റ്റ് ചെയ്താൽ തന്നെ ജാമ്യം നൽകി വിട്ടയക്കണമെന്നുള്ളതാണ് കോടതി ഉത്തരവിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അതിലേതൊക്കെ ഉപാധികൾ എന്നുള്ളത് വിചാരണ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഉപാധികൾ വെക്കാമെന്നുള്ള കാര്യവും ഈ ഉത്തരവിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ നിമിഷം ബി ബാലഗോപാൽ